എല്ലാവർക്കും നമസ്കാരം കേട്ടോ. എൻ്റെ പേര് വേണുഗോപാലൻ. ഞങ്ങളൊരു പുതിയൊരു യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയാണ്. ചാനലിൻ്റെ പേര് അമ്മയുടെ അടുക്കള. പുതിയ യൂട്യൂബ് ചാനൽ ആയതുകൊണ്ട് ചില തെറ്റുകുട്ടികളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്ന എനിക്കറിയാം. പിന്നെ ഇന്ന് ഞങ്ങൾ ആദ്യത്തെ ഞങ്ങളുടെ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് എങ്ങനെ നമുക്ക് കെമിക്കലില്ലാതെ വീട്ടിൽ എങ്ങനെ പരിപ്പുകൾ തയ്യാറാക്കാമെന്നുള്ള ഒരു വീഡിയോയാണ്. നമുക്ക് പരിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ട ചേരുവകൾ: ഇത് കടുക്കത്തോട്, ഇത് ജാതിക്ക കുരു കണ്ടില്ലേ, ഇത് ചുക്ക്, അത് കഴിഞ്ഞാൽ തിപ്പലിണിത്, പിന്നെ കറുവപ്പട്ട, ഇത് ഇരട്ടി മുതലാണ് കണ്ടില്ല. ഇതിൻ്റെ ഉള്ള മതം വലിച്ചിട്ട് ഇതൊരു ചെറുതായി ഇങ്ങനെ അടച്ച് നവമിച്ചൊരു മധുരമുണ്ട്, ഇരട്ടി മുതലെന്ന് വിരിയാൻ കാരണം. പിന്നെ ഇതിൽ കുരുമുളകുണ്ട്, കരയാമ്പൂണ്ട്. ഈ ചേരുവകളെല്ലാം ഈ ജാതിക്കൂര് ഇടിച്ചു പൊടിക്കണം. അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരട്ടി മുതലാണ്, അതൊരു മരപ്പീസാണ്. അത് ചെറുതായിട്ട് നമുക്ക് വെട്ടുകൊത്തിയോണ്ട് വെട്ടിയിട്ട് അതിന് ചതയ്ക്കണം. എന്നിട്ട് വേണം ഇതെല്ലാം കൂടി വറക്കാൻ. അതുപോലെ ഈ ജാതിപത്രിയൊക്കെ പൊടിക്കണം. കറുവപ്പട്ട, ജാതിപത്രിയുള്ള കറുവപ്പട്ട, പിന്നെ ചുക്ക്. ഈ ചുക്ക് നമുക്ക് ചെറുതായിട്ട് വെട്ടുകൊത്തിയോണ്ട് അല്ലെങ്കിൽ നമ്മുടെ മിക്സിയൊക്കെ കേടാവും. അപ്പൊ കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാതും കൂടി ചെറുതാക്കി ഈ മരക്കഷ്ണം ഇതെല്ലാം ചെറുതായി ചതച്ച് പിന്നെ ചെറുപൊരു എല്ലാം ഇടിച്ചിട്ട് നമ്മൾ ചെറുതായി വറക്കും. അതിന് ശേഷം മിക്സിയിലേക്ക് കൊടുക്കും. ഇട്ടിട്ട് അത് ഉപ്പെന്ന് പറഞ്ഞാൽ ഇന്ദുപ്പാണ്. നമ്മൾ പ്രകൃതിപരമായൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഇന്ദുപ്പാണ് ഇത് ഉപയോഗിക്കുന്നത്. ചേരുവകളെല്ലാം ഈ പാത്രത്തിലുണ്ട്. ഇതിൽ ചില ചേരുവകൾ ഇടിച്ചിട്ടും ചില ഇടിക്കാത്തതുമുണ്ട്. ഈ കുരുമുളകും പിന്നെന്തിട്ട് സാധനം കരയാമ്പൂവ് എന്നിവ ഞങ്ങൾ പൊടിച്ചിട്ടില്ല. അതുപോലെ തിപ്പലി ഇതൊന്നും പൊടിക്കാത്തതാണ്. പിന്നെ ഇത് ഇരട്ടി മുതലാണ്. ഇതിനെ നീളത്തിൽ കൊത്തിയിട്ട് പിന്നെ ഇടിച്ച് അവനെ പരുവാക്കിയിട്ട്. അതുപോലെ തന്നെ ചുക്ക് അല്ല, ഇത് ചുക്കാണ്. ചുക്കിനെ ഇടിച്ച് പരുവാക്കിയിട്ട് ജാതിക്കാക്കുരു ഇതെല്ലാം കൂടി നമ്മൾ വറക്കാനുള്ള ഇത് കൊണ്ടുപോയി വറക്കാനുള്ള പരുവാക്കി വെച്ചിട്ടുള്ളതാണ്. വറക്കാന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത് ചെറുതായിട്ട് ചൂടാക്കുക. അത് കഴിഞ്ഞ് മിക്സിയിൽ പൊടിച്ചിട്ട് ഇതിനെ അരിച്ചെടുക്കും. ഇപ്പോൾ നമ്മളിത് വറക്കാൻ പോവുകയാണ്. അവിടെ ചേരുവെല്ലാം ചൂടാക്കണം. ഇത് അവർ നന്നായി ചൂടാക്കിയിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസത്തോളം കേടുകൂടാണ്ടിരിക്കത്. ഇനി വറുത്ത് കഴിഞ്ഞാൽ ചൂടാറി കഴിഞ്ഞാൽ അതൊക്കെ നന്നായി ചൂടാവും. വേണ്ടോ എന്നാലും ഒരു സമയം സമയമൊന്നുമില്ല. കൈ വെച്ച് നോക്കൂലേ, നമുക്കറിയാം. പിന്നെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചൂടാക്കണമെങ്കിൽ അതും ചെയ്യാട്ടോ. അത് പൊടി എല്ലാവരും സെപ്പറേറ്റ് ആകുമ്പോൾ കുഴപ്പമില്ല. ഞാനിത് വെള്ളം പൊടിക്കാനാ പൊടിക്കാൻ. ഇത് പൊടിച്ച് പിന്നെ അരിച്ച് പിന്നെ ഉണ്ടാവും അതും പൊടിച്ച് 2-3 പ്രാവശ്യം പൊടിക്കുമോ? ആ ചെറിയ ജാറല്ലേ മിക്സിയുടെ 2-3 പ്രാവശ്യം പൊടിച്ചിട്ട് അരിച്ച വീണ്ടും പിന്നെയും നമ്മള് അരിക്കുമ്പോ 2-3 പ്രാവശ്യം ചെയ്യണം. അയച്ച് പൊടി കിട്ടൂല. അതിന് പല്ലിക്കാൻ സൗകര്യം ഇതിന് ഗുണം എന്താ? ചൂടാക്കിയ പരിപ്പിലൂടെ ചേരുവകൾ തണുക്കാൻ വേണ്ടി ഫാൻ ഇട്ടതിൻ്റെ അടിയിൽ കൊണ്ടുവച്ചു ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ എടുത്ത് നമുക്ക് പൊടിക്കാം. ചൂടാകാൻ വെച്ചിരുന്ന പരിപ്പോട് ചേരുവകൾ പൊടിച്ചു അരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ചൂടാറി കഴിഞ്ഞാൽ ബോട്ടിലാക്കാം. പരിപ്പൊടി തയ്യാറായി കഴിഞ്ഞു. ഈ പരിപ്പൊടി കൊണ്ടുള്ള ഗുണങ്ങൾ വളരെ വലുതാണ്.
ഈ സ്ഥിരമായിട്ട് ഈ പൽപ്പൊടി ഉപയോഗിക്കാച്ചെങ്കിലേ മോണപഴുപ്പ്, പിന്നെ മോണവേദന, പിന്നെ ഇളകിയ പല്ല് സ്ഥിരമായി ഉപയോഗിച്ചാൽ ഇളകിയ പല്ല് കുറയ്ക്കും. അപ്പോൾ പരമാവധി എല്ലാവരും ഇത് വീട്ടിൽ ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്ക് ചെറുപ്പം മുതൽ ഈ പൽപ്പൊടി ഉപയോഗിക്കാൻ കൊടുക്കുക വെച്ചെങ്കിൽ പല്ല് ഈ വിരൽ കൊണ്ട് നമ്മൾ പല്ല് തേക്കുക വെച്ചെങ്കിൽ പല്ല് പൊങ്ങാതിരിക്കാനും മറ്റ് കാര്യങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാണ്. പേസ്റ്റ് ഉപയോഗിക്കുക വെച്ചെങ്കിൽ പേസ്റ്റ് ഒരു മദറിൻ്റെ കുട്ടികൾക്ക് അരി പേസ്റ്റ് അകത്തേക്ക് കളയും. ഇതാകുന്ന അതുപോലെ വലിയവർക്കും നമുക്ക് ഈ പൽപ്പൊടി ഉപയോഗിക്കാം. ഈ പൽപ്പൊടി അല്ല ഏത് പൽപ്പൊടിയാലും നിങ്ങൾ പരമാവധി നല്ല പൽപ്പൊടി ഉപയോഗിച്ചിട്ട് പല്ല് തേക്കുക. പേസ്റ്റിലും എല്ലാവർക്കും കഷ്ടമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം, എന്നാലും ഞാൻ പറയുകയാണ്. കൂടാതെ ധൈര്യമായി ഉപയോഗിക്കുക. എല്ലാവർക്കും കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പൽപ്പൊടിയാണ്. കൂടാതെ ഞങ്ങൾ ഈ പൽപ്പൊടി പാക്കറ്റ് ഇതുപോലെ ഇതൊരു 50 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതിന് 50 രൂപയ്ക്ക് വിൽക്കുന്നത്. ആവശ്യക്കാർക്കുണ്ടെങ്കിൽ നമ്മൾ അയച്ചു കൊടുക്കുക. അയച്ചു കൊടുക്കുന്ന ചാർജ് കുറേ ചാർജ് ഈടാക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ ഈ കുഞ്ഞു വീഡിയോനെ സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഉയർന്നു വരാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയും സ്നേഹിതന്മാർക്കും അതുപോലെ ബന്ധുക്കൾക്കും ഇത് ഷെയർ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിയാം. കാരണം നല്ലൊരു ഒരു കൂട്ടാണിത് ഈ പൽപ്പൊടി. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുമെന്ന് പരമാവധി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും പുതിയൊരു വിഭവവുമായി ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. Please subscribe, like, comment and share. Enable the bell button.